ഹലോ എവരിവൺ. 11th തേർഡ് ചാപ്റ്റർ ആയ ട്രിഗ്നോമെട്രി ആണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പോൾ ട്രിഗ്നോമെട്രി നമ്മൾ 10th പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ട്രിഗ്നോമെട്രി നമ്മൾ അവിടെ സൈനിക കോഴ്സ് നമുക്ക് പറഞ്ഞ് കുറെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ബേസിക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് റെഡി ആക്കിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന പേരാണ് നമുക്ക് ട്രയാങ്കിൾ പ്ലസ് ജോമെട്രി ഇതാണ് കേട്ടോ വരുന്നത്. നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുന്നതിലാണ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ട്രിഗ്നോമെട്രി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താണ്? ഒരു ആംഗിൾ 90 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ നമുക്ക് ഞാൻ പേര് കൊടുത്തു ABC എന്ന് പേര്. ഇതിലിപ്പോ എ എന്ന് പറഞ്ഞ ആംഗിളിന് ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്തു. നോർമലി നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താണ്? പൈതഗോറസ് തിയറം പഠിക്കുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും പൈതഗോറസ് തിയറം AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. അതായത് ബേസിന്റെ സ്ക്വയറിന്റെ അതേപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറിന്റെ സമ്മ എന്ന് പറയുന്നതായിരിക്കും എന്ത് വരുന്നത്? ഹൈപ്പോടെന്യൂസ് വരുന്നത്. അപ്പൊ ഇതാണ് എന്ത് പൈതഗോറസ് തിയറം അല്ലെ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ സൈഡ്സിനെ ഡിപെൻഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അറിയുള്ളായിരുന്നു. ഇപ്പൊ ഏരിയ കാണാൻ പറഞ്ഞാലും അതേപോലെ തന്നെ നമ്മളോട് മറ്റേ സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പൈതഗോറസ് തിയറം വെച്ചിട്ട്. അപ്പോൾ ഈ ഇതിൽ നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ആംഗിളിനെ കൂടെ ഡിപെൻഡ് ചെയ്തിട്ട്. അപ്പോൾ ആംഗിളും കൂടെ വരുമ്പോൾ ഇപ്പൊ ഇതിലൊരു എക്സ് ആംഗിൾ എന്ന് പറയുന്നത് ഈ എക്സ് ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോൾ 60 ഡിഗ്രി എന്ന് തന്നു. അതേപോലെ തന്നെ ഇത് 4 സെന്റിമീറ്റർ എന്നും തന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഓൾട്ടിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ ഹൈപ്പോടെന്യൂസ് എന്താണ് അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ബേസ് ആയിട്ട് നമ്മൾ അവിടെ 10th പഠിക്കുന്നുണ്ടായിരുന്നത് ഇപ്പോ ഒരു ടവറിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നു. ഒരാൾ ഒരു ടവറിന്റെ മുകളിൽ നിൽക്കുന്നു. ടവറിന്റെ അല്ല സോറി ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്നു. ആ ബിൽഡിങ്ങിന്റെ താഴെ ഇവിടെ ഇപ്പൊ ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുന്ന് ഇയാൾ ഈ കാറിനോട് നോക്കുന്നത് എത്രയാണ്? 60 ഡിഗ്രി ഇതിലാണ് ഇത് നിൽക്കുന്നത്. 40 മീറ്റർ ലെങ്തിലാണ്. അങ്ങനെയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്താണ്? ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോ ഒരു വോളില് ഒരു ലാഡർ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ലാഡറിന്റെ എന്താ പറയാ ഇവിടെ നിന്നുള്ളത് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. അതേപോലെ തന്നെ ഈ ലാഡർ ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. അതേപോലെ തന്നെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ലാഡറിന്റെ ലെങ്ത് എന്നാണ്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഈ ഒരു എന്താ പറയാ ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പൊ ഞാൻ ഈ ആംഗിളിനെ പറഞ്ഞിരുന്നു. നമ്മൾ അവിടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ആംഗിൾ ഓഫ് എലവേഷൻ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്തായിരുന്നു? ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് നോക്കാം. നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ഞാനിപ്പോ ഡിപ്രസ്ഡ് ആയിരിക്കാം. അപ്പോൾ ഞാൻ താഴേക്ക് ഇങ്ങനെ നോക്കിയിരിക്കില്ലേ? അപ്പൊ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ താഴേക്ക് നോക്കുന്നു. അപ്പൊ താഴേക്ക് നോക്കുന്ന ആംഗിൾ അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള നമ്മുടെ അതായത് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ഉണ്ടെങ്കിൽ ആ ഹൊറിസോണ്ടലിന് അതായത് ഈ ഒരു ആംഗിൾ അതായത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് ഉണ്ടാവും. ആ ഹൊറിസോണ്ടൽ അല്ല വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻ വെച്ചിട്ടുണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. അതേപോലെ തന്നെ ഇനിയിപ്പോ നമ്മളോട് പറയുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇപ്പൊ എന്താണ് ഇവിടെ ആയിരിക്കും ആൾ നിൽക്കുന്നുണ്ടാവുക കേട്ടോ. അതായത് കാറിന്റെ സ്ഥാനത്താണ് ആൾ നിൽക്കുന്നുണ്ടാവുക. ഇവിടെ ഒരു ഒബ്ജക്ട് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ താഴെ മുകളിലോട്ടാണ് നോക്കുന്നത്. ഇപ്പൊ എലിവേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ പ്രോബ്ലം ഉണ്ടായിരുന്നത്. അതൊക്കെയാണ് ഇതിന്റെ പ്രാക്ടിക്കലി വരുന്നത് സംഭവം. ഇത് നമ്മൾ 10th പഠിച്ചേക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്തെന്നുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ കുറച്ച് ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിലോട്ട് പോകാം. അപ്പോ നമുക്ക് 6 ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് സൈന്, അടുത്തത് കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. അപ്പോ ഞാനിപ്പോ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ കേട്ടോ തീറ്റ ഡിഗ്രി ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്നതിൽ ഇപ്പോൾ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് അതിന് പകരം തീറ്റ ഡിഗ്രി അങ്ങനെ ഉണ്ട്. 60 ഡിഗ്രി എന്നല്ല. അപ്പൊ അതേപോലെ അപ്പോൾ എക്സ് തീറ്റ വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. ടാൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. കൊസീക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോടെന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ്. സിക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പോടെന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. ഞാനൊന്ന് റിവൈസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ കോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്ലോസ് ആയിട്ടുള്ള സൈഡ് അഡ്ജസന്റ് സൈഡ്. അപ്പോൾ ഒരു റൈറ്റ് ആയിട്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ് തീറ്റ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? ഇത് ഹൈപ്പോടെന്യൂസ് അല്ലേ? അപ്പൊ അതിന്റെ ഡിവിഷൻ ആയിരിക്കും കോസ് ഉണ്ടാവും. അപ്പോൾ ആ തീറ്റന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് എന്ത്? ഇത് ഈ സൈഡ് അല്ല, ഇതായിരിക്കും സൈൻ. ഈ ഒരു സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. അപ്പൊ ഇപ്പൊ ഇവിടെയാണ് തീറ്റ എന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് അഡ്ജസന്റ് സൈഡ് ഹൈപ്പോടെന്യൂസ്. അഡ്ജസന്റ് സൈഡ് ഇത് ഹൈപ്പോടെന്യൂസ്. ഓക്കെ, ഇതാണ് എന്ത്
നമ്മൾ ABBC എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഡിവിഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒന്ന് ബൈഹാർട്ട് ചെയ്യേണ്ട ഈ സംഭവം നോക്കുക. കോസ് എന്ന് പറയുമ്പോൾ ക്ലോസ് ആലോചിക്കുക, അത് ഡിവൈഡ് ബൈ ഹൈപ്പറ്റനിയസ്. സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പറ്റനിയസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ സൈൻ ടാൻ തീറ്റ പറഞ്ഞ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പറ്റനിയസ്. അപ്പൊ ഞാൻ ഈ ന്യൂമറേറ്ററിനെ ഒരു ഹൈപ്പറ്റനിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിനോമിനേറ്ററിന് ചെയ്യണല്ലോ. അപ്പോൾ അവിടെ ഹൈപ്പറ്റനിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇതെന്താണ്? സൈൻ അല്ലേ മുകളിൽ ന്യൂമറേറ്ററിലുള്ളത്? സൈൻ തീറ്റ ഡിവൈഡ് ബൈ ഇങ്ങനെയും കൂടെ ഒരു ഡെഫിനേഷൻ കേട്ടോ. ടാൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ. അപ്പോൾ ഇതെന്താണ് കൊസിക് തീറ്റ എന്ന് പറയുന്നത്? കൊസിക് തീറ്റ എന്ന് പറയുന്നത് ഹൈപ്പറ്റനിയസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ്. അപ്പൊ ഈ ഹൈപ്പറ്റനിയസിനെ ഞാൻ എന്ത് ചെയ്യാണ്? താഴേക്ക് കൊണ്ടു കേട്ടോ. ഈ ഹൈപ്പറ്റനിയസിനെ താഴേക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഡിവിഷൻ ഇങ്ങനെ കൊടുക്കാമല്ലോ അല്ലെ? നമുക്ക് ഇവിടെ 1 കൊടുക്കാം. അപ്പൊ എന്ത് വന്നത്? സൈൻ തീറ്റ അല്ലേ? അതായത് കൊസിക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ തീറ്റ. സിക് തീറ്റ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വരുമ്പോൾ 1 ബൈ കോസ് തീറ്റ. അതായത് ഓരോന്നിന്റെ റെസിപ്രോക്കൽസ് ആണ് 1 ബൈ ടാൻ തീറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 10th പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആംഗിളിന്റെ കുറച്ച് കാര്യങ്ങളൊന്നും പഠിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. അപ്പൊ നമ്മുടെ 11th വരുന്നത് ഫസ്റ്റ് നമുക്ക് ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യാന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആംഗിൾ നോർമലി മെഷർ ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇങ്ങനെയല്ലേ കൊടുക്കാം. പോസിറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്, നെഗറ്റീവ് എക്സ് ആക്സിസ്, നെഗറ്റീവ് വൈ ആക്സിസ്, അങ്ങനെയല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആയിട്ട് ആംഗിളിന്റെ മെഷർമെന്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സൈഡ് ഇവിടെ എങ്ങനെ ഇടുന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇതായിട്ട് മെഷർമെന്റ് നോക്കും. നമുക്ക് പ്രൊട്രാക്ട് വെച്ചിട്ട് മെഷർ ചെയ്യുന്നു. ഓക്കെ, ഈ രീതിക്കാണ് ആംഗിൾ മെഷർ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ കുറച്ച് ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് നോക്കി വെക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളതാണ്, മനസ്സിൽ മനസ്സിലാക്കും. അപ്പോൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് മെഷറിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നോക്കി വെക്കുക. അതെന്തായാലും ബാക്കി നമുക്ക് അതിന്റെ ഒരു കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആംഗിൾ ഒക്കെ നമുക്ക് പറയുന്നല്ലോ. അപ്പൊ ആംഗിളിന്റെ യൂണിറ്റ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ആംഗിളിന്റെ 2 യൂണിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ യൂണിറ്റ് ആണ് ഡിഗ്രി. അടുത്ത യൂണിറ്റ് യൂണിറ്റ് ഓഫ് ആംഗിൾ റേഡിയൻ. അപ്പോൾ ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവില്ല അല്ലെ? അപ്പോ ഡിഗ്രി നമുക്ക് ഓൾറെഡി ഇപ്പൊ നമ്മൾ 60 ഡിഗ്രി 30 ഡിഗ്രി അതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. റേഡിയൻ എന്ന് പറയുന്നത് നമ്മൾ 5/3 റേഡിയൻ, അല്ലെങ്കിൽ വെറും 6 റേഡിയൻ എന്ന് പറയാം കേട്ടോ, അല്ലെങ്കിൽ 20 റേഡിയൻ അങ്ങനെ പറയാം. അതായത് 5/3 5/2 അങ്ങനത്തെ രീതിക്കാണ് നമ്മൾ എന്ത് റേഡിയൻ മെഷർമെന്റ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവർ തമ്മിലൊരു കണക്ഷൻ കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ 180 ഡിഗ്രി എന്ന് പറയുന്നതാണ് നമ്മുടെ പൈ റേഡിയൻ. ഓക്കെ, അതായത് 180 ഇൻറ്റു 1 ഡിഗ്രി എന്ന് കൊടുത്തുകൂടെ? 180 എന്ന് പറയുന്നതിന് എന്ന് പറയുന്നതായിരിക്കും എന്ത്? പൈ റേഡിയൻ. സോ 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കാം? 5/180 ഇങ്ങോട്ട് വന്നു 180നെ 5/180 റേഡിയൻ. ഓക്കെ, അപ്പൊ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇതിന് നമുക്ക് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5/180 റേഡിയൻ കിട്ടി. ഓക്കെ, അതേപോലെ തിരിച്ച് പൈ റേഡിയൻ എന്നുള്ളതിനെ ഞാൻ കൊടുക്കട്ടോ. പൈ റേഡിയൻ is equal to 180 ഡിഗ്രി. സോ പൈ ഇൻറ്റു 1 റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി. സോ 1 റേഡിയൻ is equal to 180/5 ഡിഗ്രി. അപ്പൊ ഇതും കിട്ടി നമുക്ക്. ഇനി നമുക്ക് ഇവര് തമ്മിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളും എക്സസൈസിലൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളോട് പറയും 30 ഡിഗ്രീനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 144 ഡിഗ്രീനെ നമ്മളോട് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം ചെയ്യണം ഈ ഡിഗ്രിയും റേഡിയനും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് നോക്കാം. അപ്പോൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കാം? 30 ഇൻറ്റു 1 ഡിഗ്രി എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ 30 ഇൻറ്റു 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞത്? 5/180 അല്ലേ? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5/180. സോ അതാണല്ലോ അല്ലേ? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5/180 റേഡിയൻ. സോ 5/180 റേഡിയൻ ആയിട്ട് മാറി. സോ കട്ട് ചെയ്യുമ്പോൾ 5/6 റേഡിയൻ. ഓക്കെ, സോ 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/6 റേഡിയൻ ആണ് കിട്ടി. അപ്പൊ ഇതിലിപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ 30നെ ഇതുമായിട്ട് എന്ത് ചെയ്തു? 5/180 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിങ്ങനെ 1 ഡിഗ്രിന്റെ വാല്യൂ ഇതാണ്, അങ്ങനെ നമ്മൾ ചെയ്തിട്ടാണ് മാറ്റിയത്. അതേപോലെ തന്നെ 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ 45 ഇൻറ്റു 1 ഡിഗ്രി, ദാറ്റ് ഈസ് 45 ഇൻറ്റു 5/180 is equal to 5/4 ആണ്. ഓക്കെ, 180 കട്ട് ചെയ്യുമ്പോൾ 180 45 കട്ട് ചെയ്യുമ്പോൾ 4 ആണ്, 5/4 ആണ്. 5/4 റേഡിയൻ. അതായത് 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ 5/4 റേഡിയൻ ആണ്. ഇനി അടുത്തത് ഞാൻ 5/6 എന്ന് പറഞ്ഞതിനേക്ക് 5/6 റേഡിയൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. 5/6 റേഡിയൻ. അപ്പോൾ 5/6 റേഡിയൻ എന്ന് പറയുന്നതിനെ എനിക്ക് 5/6 ഇൻറ്റു 1 റേഡിയൻ. 1 റേഡിയൻ എന്ന് പറയുമ്പോൾ 5/6 ഇൻറ്റു 180/5. സോ കട്ടായി 5ഉം 5ഉം കട്ടായി കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 3 വരില്ല, 30 വരും. ഓക്കെ, 30 ഡിഗ്രി. അതായത് 5/6 എന്ന് പറഞ്ഞാൽ 30.
തിരിച്ച് നമ്മൾ ചെയ്തേക്കും. ഓക്കെ, നേരത്തെ ഞാൻ ഇവിടെ ചെയ്തത് 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 5/6 ചെയ്യുന്നു. അപ്പോൾ അതേപോലെ തിരിച്ചും കൂടി ചെയ്യും. അപ്പോൾ തിരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5/6 എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5/188 മൾട്ടിപ്ലൈ ചെയ്തു അല്ല, സോറി ഡിഗ്രിയിലുള്ള റേഡിയനോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇവിടെ ഞാൻ തിരിച്ചിതാക്കാൻ വേണ്ടിയിട്ട് 180/5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നമ്മൾ ചെയ്തത്, ഒരു ഡിഗ്രിയിലുള്ള ഒരു വാല്യൂവിനെ റേഡിയനോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 5/188 മൾട്ടിപ്ലൈ. അതേപോലെ റേഡിയനിലുള്ള ഒരു വാല്യൂവിനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 180/5 ആയിട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഈ 1 ഡിഗ്രി എന്നതാണ് അങ്ങനെ പഠിക്കുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഞാനത് ട്രിക്കായിട്ട് പറയുന്നതാണ്. നോക്കുക, ശ്രദ്ധിക്കുക. അതായത് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പൈ ഇല്ലാത്തൊരു വാല്യാണ്. അപ്പൊ പൈ ഉണ്ടാവണം റേഡിയനോട്ട് വരുമ്പോൾ അല്ലെ. അപ്പൊ പൈ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പൈ എവിടെ വരുന്നത്, ന്യൂമറേറ്റർ വരുന്നത് 5/3, 5/2 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, 5/188 ആയിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഈ റേഡിയൻ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് 5/2, 5/3 ഇങ്ങനെയുള്ള വാല്യൂസ് ആണ്. അപ്പൊ അവിടെ ഓൾറെഡി നമുക്ക് ന്യൂമറേറ്റർ എന്തുണ്ട്, പൈ ഉണ്ട് അല്ലെ. 5/2, 5/3 എന്നൊക്കെ പറയുമ്പോൾ ന്യൂമറേറ്റർ ഓൾറെഡി പൈ ഉണ്ട്. അപ്പൊ ഈ പൈ കട്ടായി പോകണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഡിനോമിനേറ്റർ വേണം പൈ വേണം അല്ലെ. ഇപ്പൊ 180 അങ്ങനെ തന്നെ ആലോചിക്കാം കേട്ടോ. പൈ ഉള്ളത് പൈ ആവാൻ വേണ്ടിയിട്ട്, പൈ ഉള്ളത് കട്ടായി പോയിട്ട് നമുക്ക് ഡിഗ്രിയിലോട്ട് വരണം. അങ്ങനെയാണെങ്കിലാണ് റേഡിയൻ ഉണ്ട്. സോ പൈ ഡിനോമിനേറ്റർ ആയിരിക്കണം. ഡിഗ്രിയിലാവുമ്പോൾ ഓൾറെഡി പൈ ഇല്ല, റേഡിയനിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അവിടെ പൈ ന്യൂമറേറ്റർ വേണം. സോ 5/180. ഓക്കെ അല്ലേ, ജസ്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് യൂണിറ്റ് ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ഡിഗ്രി അല്ലേ. അപ്പോൾ ഡിഗ്രി ഇപ്പൊ നമ്മൾ നോർമലി സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാറുള്ളത്, നമ്മൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് മില്ലിമീറ്ററും സെന്റിമീറ്റർ ഒക്കെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയാറ്. 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്കൊരു സബ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡിഗ്രിന്റെ താഴെ വരുന്നത് യൂണിറ്റ് ആണ് നമ്മുടെ സെക്കൻഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മിനിറ്റ് കേട്ടോ. സെന്റിമീറ്റർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സംഭവം, സെന്റിമീറ്റർ, മില്ലിമീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കിലോഗ്രാം, ഗ്രാം അങ്ങനെ പറയുന്നുണ്ട്, മില്ലിഗ്രാം അങ്ങനെ പറയും. അപ്പൊ അതേപോലെ തന്നെ വരുന്നതാണ് എന്റെ ഡിഗ്രിയിലത് സെക്കൻഡ്, അതേപോലെ തന്നെ മിനിറ്റ്. അപ്പം 60 സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഒരു ഡിഗ്രി. ഓക്കെ, 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് ഒരു സെക്കൻഡ്. സെക്കൻഡിന്റെ നൊട്ടേഷൻ ആണ് 60 ടു സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് എന്ന് പറയാൻ നമ്മൾ ഡാഷ് മോഡ് എന്ന് പറയാം കേട്ടോ. 60 സെക്കൻഡ് എന്ന് പറയുന്നതാണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്. 60 മിനിറ്റ്, മിനിറ്റിനെ നമ്മൾ ഡബിൾ ആയിട്ട് വരും, 2 ഡാഷ്. ഓക്കെ, മുകളിൽ അതാണ് 1 സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പ്രോബ്ലത്തിലോട്ട് പോവാം. എൻസിആർടിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിരിക്കുന്നത് കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷർമെന്റ്. 40 ഡിഗ്രി 20 മിനിറ്റിന് സെക്കൻഡിനെ നമ്മളോട് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയുന്നത് ഡിഗ്രിയിലുള്ളതിനെ റേഡിയനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ സെക്കൻഡ് ആയിട്ട് കിടക്കുന്നുണ്ടല്ലോ, ആ സെക്കൻഡിനെ നമുക്ക് മാറ്റണം. അപ്പോ ഓക്കെ 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 ഇവിടെ പറഞ്ഞാലും ഒരു തെറ്റൊന്നും പോയിട്ടുണ്ടോ, സോറി ഒന്ന് പറഞ്ഞപ്പോ മാറിപ്പോയതാട്ടോ. സെക്കൻഡ് അല്ല മിനിറ്റ് ആണ്, നമ്മുടെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്തോ ഒന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചെയ്യാണ്ട് മാറിപ്പോയട്ടോ. ഇത് മിനിറ്റ് ആണ്, ഇത് സെക്കൻഡ്. ഓക്കെ, അപ്പോ ഇതിനെ മിനിറ്റ് എന്നാണ് കോൾ ചെയ്യാം, ഇത് സെക്കൻഡ്. ഓക്കെ, സോറി കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 40 ഡിഗ്രി 20 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഈ 40 ഡിഗ്രി 20 മിനിറ്റിന് നമുക്ക് ഇതിനെ എന്ത് കൊടുക്കാം, നമുക്കറിയാലോ ഒരു മീറ്ററും 10 സെന്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും, 1 പ്ലസ് പോയിന്റ് അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ 40 പ്ലസ് 20 സെക്കൻഡ്, ഇതാണ് അതിന്റെ മീനിങ് അല്ല. സോ 40 ഡിഗ്രി പ്ലസ് 20 സെക്കൻഡ്, സോറി സെക്കൻഡ് അല്ല മിനിറ്റ്, 20 ഡിവൈഡ് ബൈ, അതായത് 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. സോ 1 മിനിറ്റ് എന്ന് പറയുന്നത് 1/60 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ 1/60 പറയുമ്പോൾ അപ്പോൾ 20 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ 20 ഇൻറ്റു 1/60, ദാറ്റ് ഈസ് 1/60. സോ ഇത്രയും ഡിഗ്രി 40, ഇത് കട്ട് ചെയ്യുമ്പോൾ 3 വരും. അപ്പോൾ 121/3 ഡിഗ്രി. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത് 121/3 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. ഇതിനെയാണ് നമുക്ക് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എന്ത് ചെയ്യണം, 121/3 എന്ന് പറഞ്ഞ ഡിഗ്രിയിലുള്ളത് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്തുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 5 ന്യൂമറേറ്ററിൽ അല്ലേ വരുന്നത്. സോ 5/180 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ
121 pi by 3 into 180 540 ഇത്രയും തരും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത പ്രോബ്ലം കൂടെ നോക്കാം നമുക്ക്, എന്നിട്ട് വൈൻഡ് ചെയ്യാം. എന്നിട്ട് ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അടുത്ത കൺവേർട്ട് ചെയ്യാൻ കൺവേർട്ട് 6 റേഡിയൻ ഇൻടു ഡിഗ്രി മെഷർമെന്റ്. 6 റേഡിയൻ എന്ന് പറയുന്നതിന് ഡിഗ്രി മെഷർമെന്റിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ റേഡിയൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ഈ 5/3 ആണ് 5/2 അങ്ങനെ തന്നെ നിർബന്ധമില്ല കേട്ടോ. അതിന്റെ വാല്യൂ നമുക്ക് ഇപ്പോൾ 22/7 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനത്തെ രീതിക്കൊക്കെ വാല്യൂ വരാം. അപ്പൊ അതായത് ഡിഗ്രി വരുമ്പോൾ നമുക്ക് ഒരിക്കലും പൈ എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല. അങ്ങനെ ആലോചിച്ചാൽ മതി. 6 എന്ന് പറയുന്നതും റേഡിയൻ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നത്. 6 റേഡിയൻ. 6 റേഡിയനെ നമുക്ക് ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. സോ 6 ഇൻറ്റു റേഡിയനെ ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ ഉണ്ടായിരുന്നെങ്കിൽ ആ പൈ ഡിനോമിനേറ്ററിലായിട്ടാണ് കട്ട് ചെയ്ത് പോലെ. അപ്പോൾ 180/5 ആയിരിക്കും മൾട്ടിപ്ലൈ ഉണ്ടാവാം. അപ്പോൾ പൈ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് ഡിഗ്രിയിൽ ഇപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പൈ ഡിനോമിനേറ്റർ കൊടുത്ത് അങ്ങനെ നമുക്ക് ഇനിയിപ്പോൾ ന്യൂമറേറ്റർ ആണെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് ഡിഗ്രിയിൽ വാല്യൂ എഴുതാൻ പാടില്ല. സോ നമുക്ക് ഡിഗ്രിയിൽ വാല്യൂ എഴുതുമ്പോൾ ഇത്ര മിനിറ്റ് സെക്കൻഡ് അങ്ങനെ ഓരോന്ന് കാണിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ മാറ്റി എഴുതാം. 6 ഇൻറ്റു 180/22/7. അപ്പൊ എന്താവും 6 ഇൻറ്റു 180/7 ന്യൂമറേറ്ററിലോട്ട് പോലെ അല്ലേ, ഡിവൈഡ് ബൈ 22. അപ്പോൾ ഇതിനെ ചെയ്യുന്ന കേസിൽ നമുക്ക് കട്ട് ചെയ്യാം. അവിടെ 3 വന്നു, 11 വന്നു. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുട്ടീനെ ഇഷ്ടം നോക്കാം കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്യാൻ മടി കൊണ്ടാണ്. 343/7/11 ഡിഗ്രി എന്നത്. അപ്പോ ഇപ്പൊ എന്തായി, 343 ഡിഗ്രി പ്ലസ് 7/11 ഡിഗ്രി അല്ല. അപ്പൊ ഇനി നമുക്ക് ഇതിനെ സെക്കൻഡ് ആയിട്ട് എഴുതണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സെക്കൻഡ് ഡിഗ്രീനെ 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 60 സെക്കൻഡ് അല്ല മിനിറ്റ്. ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 60 മിനിറ്റ്. അപ്പോൾ അതിലോട്ട് മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് നമുക്ക് ഇതിനെ എന്ത് കൊടുക്കാം, 343 പ്ലസ് 7 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 11 മിനിറ്റ് എന്ന് കൊടുക്കാം. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിന് 38 മിനിറ്റ് കേട്ടോ. 343 ഡിഗ്രി 38 മിനിറ്റ്. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് 2/11 എന്ന് ഉണ്ടായിരുന്നു. പ്ലസ് 2/11 മിനിറ്റ്. ഓക്കെ, അതായത് 7 ഇൻറ്റു 60 420 ഡിവൈഡ് ബൈ 11 ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ 38 ഉണ്ടാവും. റിമൈൻഡർ ആയിട്ട് 2/11 വരും. അപ്പൊ അതുകൂടെ മിനിറ്റ്. പിന്നെ എന്തെങ്കിലും ഈ 2/11 മിനിറ്റിനെ നമുക്ക് മാറ്റണം അല്ലേ. അപ്പൊ 343 ഡിഗ്രി 38 മിനിറ്റ് പ്ലസ് 2/11 ഇൻറ്റു 60 വരും അല്ലേ. അപ്പോൾ അത് ചെയ്യുന്ന കേസിൽ 343 ഡിഗ്രി 38 മിനിറ്റ് 10.9 സെക്കൻഡ്. അപ്പോൾ പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതില്ല, അപ്രോക്സിമേറ്റ് ചെയ്തത്. കാരണം ഓൾറെഡി ഇത് നമ്മുടെ പോയിന്റ് വാല്യൂസ് ആണല്ലോ. 11 സെക്കൻഡ്. ഓക്കെ, ഇതാണ് എൻ്റെ ഡിഗ്രിയിലുള്ള വാല്യൂ പറഞ്ഞത്. ഓക്കെ അല്ലേ, അപ്രോക്സിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ടൈപ്പ് വരുന്നത്. നമുക്ക് ആദ്യം നമ്മളിപ്പോൾ എന്താണ് പഠിച്ചിരിക്കുന്നത് ജസ്റ്റ് റിവൈസ് ചെയ്തു. ഇതുവരെ നമ്മൾ 10th പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 10th ബുക്കൊക്കെ എടുത്ത് നോക്കാം, നോട്ടൊക്കെ എടുത്ത് നോക്കാം. ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പഠിക്കുന്നത് എന്താണ്, 2 ടൈപ്പ് യൂണിറ്റ് ആണുള്ളത് നമുക്ക് ഡിഗ്രിയിലുള്ള യൂണിറ്റ്. ഡിഗ്രി അതേപോലെ തന്നെ റേഡിയൻ പറഞ്ഞ 2 യൂണിറ്റ് ആണ്. ഇവരങ്ങോട്ട് 400 മിനിറ്റ് അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസിന്റെ പോർഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഓക്കെ, ക്ലാസ് ഓക്കെ ആണല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ശരി എന്നാൽ ബൈ.